السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ പ്രോഗ്രാമിലാണ്. ഒരു ചെറിയ പ്രഭാഷണം നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, അല്ലാഹു നമ്മുടെ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നതാണ്. ഈ സ്വലാത്തുകൾ അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അത് കാരണം നമുക്ക് പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മൻ സല്ലല്ലാ അലാ സ്വലാത്തൻ സല്ലല്ലാഹു ബിഹാ അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 10 അനുഗ്രഹം നൽകുന്നതാണ്. ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഹൃത്തുക്കളെ, നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം നാം അവിടുന്ന് കേൾക്കാറുണ്ട്. അപ്പോഴും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലൽ വളരെ മഹത്വമുള്ള കാര്യമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനായി തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്ഥാനമില്ലാത്തവനും മോശപ്പെട്ടവനുമായി തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത് അത്രയും വലിയ മഹത്വമുള്ളതാണ് സ്വലാത്ത്. അപ്പോൾ നമ്മളെല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ കൂടുതലായി ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുന്നത്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. രക്ഷിതാക്കളെ, നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അന്ത്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാം സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന ഔലിയൻ നാസ് ബിയൗമിൽ ഖിയാമത്തി അക്സറുഹും അലാ സ്വലാത്ത്. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുക എൻ്റെ മേൽ കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയൊന്നുമല്ല, നമുക്കത് കാരണം പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ പ്രസംഗം നാം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസംഗം തുടരുന്നു. വേദിയിൽ നസീർ നസ്രിയ. ആണോ